നരിവേട്ട സിനിമയുടെ സക്സസ് ടീസർ ഇപ്പോൾ റിലീസ് ചെയ്തിട്ടുണ്ട്. വ്യസന സമേതം ബന്ധുമിത്രാദികൾ എന്ന സിനിമയുടെ ഭാഗത്തുനിന്ന് മല്ലിക സുകുമാരൻ്റെ പോസ്റ്റർ റിലീസ് ചെയ്തിട്ടുണ്ട്. ജൂൺ 13-നാണ് സിനിമ തിയേറ്ററുകളിലേക്ക് എത്തുന്നത്. സർദാർ 2 സിനിമയുടെ ഷൂട്ടിംഗ് ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഡിസംബർ മാസത്തിലാണ് സിനിമയുടെ റിലീസ് പ്ലാൻ ചെയ്യുന്നത്. ആര്യ 36 എന്ന സിനിമയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്ററും ടൈറ്റിൽ ടീസറും നാളെ വൈകിട്ട് 5 മണിക്ക് റിലീസ് ചെയ്യും. മുരളി ഗോപിയാണ് ഈ ഒരു സിനിമയ്ക്ക് വേണ്ടി സ്ക്രിപ്റ്റ് ഒരുക്കുന്നത്. ടിയാൻ സിനിമയുടെ ഡയറക്ടറായ GN കൃഷ്ണകുമാറാണ് സിനിമ സംവിധാനം ചെയ്യുന്നത്. ആലപ്പുഴ ജിംഖാന സിനിമ OTT റിലീസിന് ഒരുങ്ങുന്നു. ഈ വരുന്ന 13-ാം തീയതിയാണ് സിനിമ സോണി ലൈവിലൂടെ OTT റിലീസ് ചെയ്യുന്നത്. മലയാളം, ഹിന്ദി, തമിഴ്, തെലുങ്ക്, കന്നഡ എന്നീ ഭാഷകളിലും സിനിമയുടെ OTT റിലീസ് ഉണ്ടാവും. ആൻ്റണി വർഗീസിൻ്റെ കാട്ടാളൻ സിനിമയിലേക്ക് തെലുങ്ക് ആക്ടർ സുനിലിനെയും മാർക്കോ സിനിമയിലെ വില്ലനായ കബീർ സിംഗിനെയും ഇപ്പോൾ കാസ്റ്റ് ചെയ്തിട്ടുണ്ട്. ദുൽഖറിൻ്റെ വേഫാർ ഫിലിംസിൻ്റെ സിനിമാറ്റിക് യൂണിവേഴ്സിൽ പെടുന്ന ആദ്യ ഇൻസ്റ്റാൾമെൻ്റാണ് ലോക ചാപ്റ്റർ 1 ചന്ദ്ര. ഈ ഒരു സിനിമയിൽ ദുൽഖറും ടൊവിനോ തോമസും ക്യാമിയോ റോളൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് റൂമേഴ്സ് വരുന്നുണ്ട്. കല്യാണി പ്രദർശനും നെസ്ലിനുമാണ് ഈ ഒരു സിനിമയിലെ പ്രധാന കഥാപാത്രം. ഒരു സൂപ്പർ ഹീറോ ചിത്രമായ ലോക ചാപ്റ്റർ 1 ചന്ദ്ര എന്ന സിനിമ 2025 തന്നെ റിലീസിനെത്തുമെന്ന് കൺഫേം ആയിട്ടുണ്ട്. അങ്ങനെ മലയാളത്തിൽ നിന്നും ഒരു ഗംഭീര സിനിമാറ്റിക് യൂണിവേഴ്സ് വരാൻ പോകുന്നു. കാളിയൻ സിനിമയുടെ ഡിസ്കഷൻസൊക്കെ വീണ്ടും തുടങ്ങിയിട്ടുണ്ട്. ഒരുപാട് വർഷങ്ങളായി പെൻഡിങ് ആയിരിക്കുന്ന പ്രൊജക്റ്റാണ് പൃഥ്വിരാജിൻ്റെ കാളിയൻ. അങ്ങനെ കാത്തിരിപ്പിനൊടുവിൽ സിനിമയുടെ ചിത്രീകരണം തുടങ്ങാൻ പോവുകയാണ്. 2025 അവസാനമാണ് സിനിമയുടെ ചിത്രീകരണം തുടങ്ങുന്നത്. അടുത്ത വർഷം 2026-ലായിരിക്കും സിനിമയുടെ സെറ്റിലേക്ക് പൃഥ്വിരാജ് ജോയിൻ ചെയ്യുന്നത്. എന്തായാലും കാളിയൻ സിനിമ മികച്ച ഒരു പീരിയോഡിക് ആക്ഷൻ ചിത്രമായിട്ട് മാറട്ടെ എന്ന് തന്നെ പ്രതീക്ഷിക്കാം.